3 ഡൂമുകളായി നിലകൊള്ളുന്ന ആ തർക്കമന്ദിരം, അതിൻ്റെ നടുഭാഗത്ത് രാമലല എന്ന് വെച്ചാൽ നമ്മൾ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ എന്നൊക്കെ പറയുന്നത് പോലെ ശ്രീരാമൻ്റെ കുട്ടിരൂപം, അതാണ് രാമലല. അദ്ദേഹം പകർന്നു കൊടുത്ത ചരിത്രപരമായും എല്ലാമുള്ള ആ ഒരു ഉത്സാഹം, ആ ഒരു ഉത്തേജനം, അതിൻ്റെ ഫലമായി 2500 സംഖ്യയായിട്ട് ഉയർന്നു. അങ്ങനെ 2500 പേര് ആദ്യത്തെ കരസേനയിൽ വന്നു. 1990 ഒക്ടോബർ മാസം 30-ാം തീയതി കരസേവ നടക്കണം എന്ന് തീരുമാനിച്ചു. നാടിൻ്റെ നാനാഭാഗത്തേക്കും അതിൻ്റെ വിവരങ്ങൾ ആ രീതിയിൽ അറിയിച്ചു. സന്നാഹങ്ങൾ നടക്കാൻ തുടങ്ങി. നമസ്കാരം. ഇപ്പോൾ ഈ അയോധ്യയിൽ രാമക്ഷേത്രം ഈ മാഘപൗർണമിക്ക് തുറക്കുകയാണല്ലോ. കേരളത്തിൽ നിന്നും ധാരാളം കർസേവകർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ കർസേവയ്ക്ക് നേതൃത്വം കൊടുത്ത ആളാണ് പാപ്പാജി. 2 പ്രാവശ്യം, 1990-ലും 92-ലും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ കർസേവയ്ക്ക് വേണ്ടി പോയത് എത്ര പേരാണ്, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്ലാനിങ് ഒക്കെ എന്നൊന്ന് പറയാമോ? പറയാം. ശ്രീരാം 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 ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഹരണഭാവ ഭയദാരുണം നവകഞ്ചലോചന കഞ്ചമുഖകര കഞ്ചപദ കഞ്ചാരുണം ശ്രീരാം ശ്രീരാം ശ്രീരാം. എല്ലാ കാര്യക്രമങ്ങളിലും കേൾക്കുന്ന ഒരു കീർത്തനമാണ് ഈ ശ്രീരാമചന്ദ്ര കൃപാലു, തുളസീദാസ വിരചിതമായ ആ കീർത്തനം. വളരെ ഭക്തിയോടുകൂടി എല്ലാവരും ആ രീതിയിൽ അത് ആലപിക്കാറുണ്ട്. അയോധ്യ നമ്മുടെ എല്ലാം മഹത്തായ ഒരു വലിയ സ്വപ്നമായ 1528 ബാബറുടെ ആക്രമണം, ബാബറുടെ സേനാനായകൻ മിർബാഖി അയോധ്യയിലെ പവിത്രമായ ശ്രീരാമ ക്ഷേത്രം തകർത്തു. അവിടെ അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് ഒരു മന്ദിരമുണ്ടാക്കി. അതിൻ്റെ പേരാണ് തർക്കമന്ദിരം. എത്രയോ കേസുകൾ നടന്നു. അത് വീണ്ടെടുക്കാൻ വേണ്ടി, രാമജന്മഭൂമി വീണ്ടെടുക്കാൻ വേണ്ട സമരങ്ങൾ നടന്നു, യുദ്ധങ്ങൾ നടന്നു. ഏതായാലും 1984 മുതൽ ഉള്ള പരിശ്രമം ശ്രീരാമമുക്തി യജ്ഞ സമിതിക്ക് രൂപം കൊടുത്ത് തുടർച്ചയായി പരിപാടികൾ നടത്തി ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കാൻ ആ സമിതിക്ക് കഴിഞ്ഞു. അങ്ങനെ രാമജന്മഭൂമി വീണ്ടെടുക്കാൻ വേണ്ടി തീരുമാനങ്ങളെല്ലാം ധർമ്മ സംസത്താണ് എടുക്കുന്നത്. ഹരിദ്വാറിലും ഡൽഹിയിലും പല സ്ഥലങ്ങളിൽ നടന്ന സന്യാസിമാരുടെ സംഗമം ധർമ്മ സംസത്ത്. ആ ധർമ്മ സംസത്തിലാണ് എല്ലാ തീരുമാനങ്ങളും വരുന്നത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 89-ൽ ശിലാപൂജ നടന്ന് ശിലാന്യാസം നടത്തി. അതിനുശേഷം ധർമ്മസംസത്ത് തീരുമാനിച്ചു 1990 ഒക്ടോബർ മാസം 30-ാം തീയതി കരസേവ നടക്കണം എന്ന് തീരുമാനിച്ചു. നാടിൻ്റെ നാനാഭാഗത്തേക്കും അതിൻ്റെ വിവരങ്ങൾ ആ രീതിയിൽ അറിയിച്ചു. സന്നാഹങ്ങൾ നടക്കാൻ തുടങ്ങി. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാരെത്തണം. കേരളത്തിൽ നിന്നും ആദ്യം പോകാൻ നിശ്ചയിച്ചത് 500 പേരാണ്. പക്ഷെ അന്ന് സ്ഥലത്തുണ്ടായിരുന്ന നമ്മുടെ മുതിർന്ന സംഘ അധികാരി സൂര്യനാരായണ റാവുജി ഒരു പ്രത്യേക യോഗം നടത്തുകയും അതിൽ അദ്ദേഹം പകർന്നു കൊടുത്ത ചരിത്രപരമായും എല്ലാമുള്ള ആ ഒരു ഉത്സാഹം, ആ ഒരു ഉത്തേജനം, അതിൻ്റെ ഫലമായി 2500 സംഖ്യയായിട്ട് ഉയർന്നു. അങ്ങനെ 2500 പേര് ആദ്യത്തെ കരസേവയിൽ പങ്കെടുത്തു. പക്ഷേ ഈ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ 2500 പേര് അവിടെ
അയോധ്യയിലെത്തിയില്ല. പോകുന്ന വഴിയെല്ലാം ഝാൻസിയിലും അതേപോലുള്ള മാർഗങ്ങളിലെല്ലാം കോളേജുകളും സ്കൂളുകളുമെല്ലാം ജയിലാക്കി മാറ്റി. അവരെല്ലാം തടവിലാക്കി. ഇവിടെ നിന്ന് നമ്മുടെ ഇതിൻ്റെയൊക്കെ നിർദ്ദേശമനുസരിച്ച്, സംഘടനയുടെ നിർദ്ദേശമനുസരിച്ച് ഞാനും അതുപോലെ തന്നെ നമ്മുടെ ഗോപാലകൃഷ്ണൻജി, ഇപ്പോൾ സീമാ ജാഗരണത്തിൻ്റെ ചുമതലയുള്ള ഗോപാലകൃഷ്ണൻജി, അതേപോലെ തിരുവനന്തപുരത്തുള്ള രാജശേഖരൻ, ഞങ്ങൾ 3 പേരും നേരത്തെ തന്നെ പോകാൻ നിശ്ചയിച്ചു. തീരുമാനമനുസരിച്ച് അവിടെ വരുന്ന കരസേവകന്മാർക്കുള്ള വ്യവസ്ഥ കാര്യങ്ങൾ ചെയ്യുകയും അതിനുവേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നേരത്തെ പോകാൻ തീരുമാനിച്ചത്. ഒരു 10-15 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ അയോധ്യയിലെത്തി. ഫൈസാബാദിലെത്തി, റെയിൽവേ സ്റ്റേഷനിൽ വന്നു. 3 പേരും അന്ന് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ താമസിച്ചു. ഒരു 10 രൂപ വീതം കൊടുത്താൽ അവിടെ ഓരോ കട്ടിൽ കിട്ടുമായിരുന്നു. അവിടെ താമസിച്ചു. പിറ്റേ ദിവസം എല്ലാ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കുതിരവണ്ടിയിൽ ഞങ്ങൾ നേരെ അയോധ്യയിലേക്ക് എത്തി. ഫൈസാബാദ് അയോധ്യ ട്വിൻ സിറ്റിയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയാണത് അറിയപ്പെടുന്നത്. അങ്ങനെ നേരെ പോയത്, ആദ്യം തന്നെ മനസ്സിലുള്ള ഈ അയോധ്യ ദർശനം, തർക്കമന്ദിരം, അവിടുത്തെ രാമലല വിഗ്രഹം കണ്ട് തൊഴണം. ആ രീതി ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ ധരിക്കുന്ന വസ്ത്രമൊക്കെ ധരിച്ച് ഞങ്ങൾ നേരെ അവിടെ എത്തി. അവിടെ CRPF ആ രീതിയിലുള്ള കാവലുണ്ടായിരുന്നു. അവരുടെ നിരീക്ഷണത്തിൻ്റെ ഇടയിലൂടെ അകത്ത് കയറി അവിടെ ആ തർക്കമന്ദിരം കണ്ടു. 3 ഡൂമുകളായി നിലകൊള്ളുന്ന ആ തർക്കമന്ദിരം, അതിൻ്റെ നടുഭാഗത്ത് രാമലല എന്ന് വെച്ചാൽ നമ്മൾ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ എന്നൊക്കെ പറയുന്നത് പോലെ ശ്രീരാമൻ്റെ കുട്ടി രൂപം, അതാണ് രാമലല. ആ രാമലല വിഗ്രഹം കണ്ടു, ദർശനം നടത്തി. അതിൻ്റെ ചുറ്റുപാട് മുഴുവനൊക്കെ ഒന്ന് കണ്ട് അതിനുശേഷം സരയൂ നദിയൊക്കെ കണ്ട് അങ്ങനെ കറങ്ങി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് ഞങ്ങളെത്തി. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ CRPFകാരൻ ഒരാൾ പറഞ്ഞു, എന്താ എല്ലാവരും നാട്ടുകാരോടൊന്നും എന്താ കറങ്ങുന്നതെന്നൊക്കെ ചോദിച്ചു. കാരണം വേഷം കണ്ട് മുണ്ടും ഷർട്ടുമൊക്കെയാണ് ഞങ്ങൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ആ ചോദ്യം വന്നത്. അപ്പോൾ നോക്കി പരിചയപ്പെട്ടു, മലയാളിയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിശ്ചയിക്കപ്പെട്ട ഒരു കെട്ടിടമുണ്ട്, അവിടെ എത്തി. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇത് നിങ്ങൾ വന്നിരിക്കുന്ന ടാറ്റ കമ്പനിയുടെ ജോലിക്ക് വേണ്ടിയാണ് എന്നാണ് പറയേണ്ടത്, ടാറ്റ കമ്പനിയുടെ. അപ്പോൾ അവിടെ താമസിച്ചു. രാത്രി കാര്യമായ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ നമ്മുടെ ആ ത്രികോണം പോലൊരു സാധനം ഉണ്ടല്ലോ, സമോസ തന്നു. സമോസയും പച്ചവെള്ളവും. നല്ല വിശപ്പുള്ളതുകൊണ്ട് സമോസ കഴിച്ചു, വെള്ളവും കുടിച്ചു. അന്നങ്ങനെ കഴിഞ്ഞു. അന്ന് വൈകിട്ട് അവിടെ ഞങ്ങളെ അന്വേഷിക്കാൻ വന്ന ആൾ വന്നു. ഞങ്ങളെ 3 പേരെയും 3 ഗ്രാമത്തിലേക്ക് അയച്ചു. അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾക്ക് ഡ്രസ്സ് തന്നു. ഈ നമ്മുടെ അവിടുത്തെ വേഷത്തിലുള്ള പൈജാമയും കുർത്ത ഇത് ഒക്കെ തന്ന് അതൊക്കെ ഇട്ട് ഞങ്ങൾ 3 പേരും അവർ നിർദ്ദേശം അനുസരിച്ച് ഓരോരുത്തരുടെ കൂടെ ഞങ്ങൾ പോയി. ഞാൻ പോയത് സനേതു എന്നൊരു ഗ്രാമമാണ്. സനേതു ഈ പ്രദേശങ്ങളെല്ലാം ഏതാണ്ട് അയോധ്യയുടെ പരിസരങ്ങളിലുള്ള സ്ഥലങ്ങളാണ്. കാരണം ഇതൊക്കെ നിശ്ചയിക്കുമ്പോഴും അവിടെ എത്താനുള്ള ആ രീതിയിലുള്ള ഒരു ദൂരം അതെല്ലാം കണക്കാക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ സനേതു പോയി, ഗോപാലകൃഷ്ണൻ വേറെ ഗ്രാമത്തിൽ പോയി. ഒരാൾ പോയ ഗ്രാമത്തിൻ്റെ പേര് പൂര ഫയൽമാൻ. അർത്ഥം അവിടെയുള്ളവരൊക്കെ ഫയൽമാന്മാരാണ്. അങ്ങനെയൊന്നുമില്ല, എന്നാലും ഗ്രാമത്തിൻ്റെ പേരങ്ങനെയാണ് ആ രീതി. അവിടെ എത്തി ഒരു വീട്ടിൽ നമ്മളെ കൊണ്ട് എത്തിച്ചു. അതൊരു കർഷകൻ്റെ വീടാണ്. വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു നല്ല ഉഗ്രൻ പോത്തിനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് വൈകിട്ട് രാത്രിയായി. ആ പോത്തിന് നേരെ ഓപ്പോസിറ്റ് ഒരു ചാർപ്പായി, അവിടെ നമ്മുടെ ഇവിടെ കാണുന്ന കട്ടിലിന് പകരം
ഒരു പ്രത്യേക തരത്തിലുള്ള കട്ടിലാണ്, അതിൻ്റെ പേരാണ് ചാർപ്പായ. അത് കിടന്നാൽ അങ്ങനെ കുട്ടി പോലാവും. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇവിടെ കിടന്നാൽ പോരേന്ന് ചോദിച്ചു. എനിക്ക് പറയാൻ പറ്റുമോ അകത്ത് കിടക്കണമെന്ന്? ഞാൻ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ പോത്തും അതിൻ്റെ ചാണകവും അതിൻ്റെ മൂത്രവും അതിൻ്റെ മണവും കൊതുകും എല്ലാം ഉണ്ട്. എവിടെയും കിടന്ന് കിടന്നാൽ മതി, ആ രീതിയിൽ. അപ്പോൾ ഈ ചാർപ്പായെ കിടന്നു. രാത്രിയിലൊരു സംഭാഷണം ഉണ്ടായി. ആ ഗൃഹനാഥൻ്റെ അനിയൻ അവിടുത്തെ ITI ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥനാണ്, ITI ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അയാൾ പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത എന്ന് വെച്ചാൽ അവരുടെ ഭാഷയിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു അറ്റം മുറിയൊക്കെ മനസ്സിലാക്കിയെന്നർത്ഥം. എന്തിനെങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇവിടെ താമസിപ്പിക്കുന്നത്? സർക്കാരിനെതിരായിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ മുലായം സിംഗ് ആണ് മുഖ്യമന്ത്രി. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടുന്നൊക്കെ. രാവിലെ തന്നെ അദ്ദേഹം മറ്റേ ആളിന് ഇൻഫർമേഷൻ കൊടുത്തെന്ന് തോന്നുന്നു. നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഒരാൾ വന്നു. അവിടുന്ന് വേറൊരു വീട്ടിലേക്ക് പോയി. ആ പോയ വീട് ഒരു LP സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ വീടാണ്. കൃഷ്ണകുമാർ ശ്രീവാസ്തവ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശ്രീകുമാർ ശ്രീവാസ്തവ, 2 മക്കൾ. സന്ധ്യാകുമാരി ശ്രീവാസ്തവ, ആ കുട്ടിയുടെ പേര് വീട്ടിൽ പോയി. അവിടെയാണ് പിന്നെ താമസിച്ചത്. വിശാലമായ കൃഷിസ്ഥലങ്ങളുമൊക്കെയാണ്. ഇദ്ദേഹം നല്ലൊരു ഗൃഹസ്ഥൻ, അധ്യാപകൻ, നല്ല പെരുമാറ്റം. വീടൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെയൊക്കെ താമസിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മളിപ്പോൾ നരേന്ദ്രമോദി കയറിയതിന് ശേഷം ശൗചാലയങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾക്കിപ്പോൾ ആ സമയത്തൊക്കെ ശൗചാലയം എന്ന് പറഞ്ഞാൽ ഓപ്പൺ എയറാണ്. രാവിലെ പുരുഷന്മാരൊരു ഭാഗത്ത് പോവും, സ്ത്രീകൾ വേറൊരു ഭാഗത്ത് പോകും. വൈകുന്നേരം അങ്ങനെ തന്നെ വ്യവസ്ഥയുണ്ട്. അത് തെറ്റിക്കാറില്ല ആരും. പോകുന്ന സമയത്ത് ഈ പഴയ നമ്മുടെ പൗഡറിൻ്റെ ഈ ടിന്നുണ്ട്, പൗഡർ ടിൻ വലുത്, അതിലൊരു വളയൊക്കെ പിടിപ്പിച്ച് അതിനകത്താണ് വെള്ളം കൊണ്ടുപോകാൻ. ഇത് കാണുമ്പോൾ കേരളക്കാരന് തോന്നും, ഈ വെള്ളം കൊണ്ട് ശരിയാവുമോ എന്നൊരു തോന്നലുണ്ടാവും. എന്തായാലും ശരി. അപ്പോൾ ഓപ്പൺ എയറാണ്. പക്ഷേ എനിക്കൊരു ഭാഗ്യമുണ്ടായി, അവിടെ ഒരു പുതിയ കക്കൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ ചോദിച്ചു. ഞാൻ ആദ്യം എങ്ങനെയെന്ന് വെച്ചാൽ അടിയൊന്നും പുറപ്പെട്ട് പറഞ്ഞില്ല. എന്നാലും ലാസ്റ്റ് ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിടെ പോകുന്ന ആ സാഹചര്യങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. ആ നിലയിൽ മറ്റൊരു 2 പേരും സ്വാഭാവികമായി ആ ഗ്രാമങ്ങളിൽ അങ്ങനെ തന്നെ കഴിഞ്ഞു. പകലൊക്കെ അവിടെ തൊട്ടടുത്ത് കൃഷിസ്ഥലമുണ്ട്, കരിമ്പിൻ തോട്ടമൊക്കെ. ആ കരിമ്പിൻ തോട്ടത്തിൽ ഇങ്ങനെ പോയിരിക്കും ഇടയ്ക്ക്. അപ്പോൾ തൃപ്പൂണിത്തുറക്കാരനൊരാളുണ്ട്, കാനറ ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ കരസേവനായിട്ട് വന്നതാണ്. ബാലകൃഷ്ണനും ഞാനും കൂടെ അതിനകത്ത് കയറി. അപ്പോൾ തൊട്ടടുത്തൊരു എൻജിനീയറുണ്ട്. ആ എൻജിനീയറുടെ കൊച്ചുമോളുണ്ട്, നീത്തു. മോളവിടെ വരും. മോൾ വന്നൊരു ദിവസം ഞങ്ങൾക്ക് ചായയൊക്കെ കൊണ്ട് തന്നു. ബാലകൃഷ്ണൻ നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്ന ആളാണ്. ബാലകൃഷ്ണൻ പറഞ്ഞിട്ട് ആ കുട്ടി ചായയൊക്കെ കൊണ്ട് തന്നു. എന്തായാലും ഞങ്ങൾ അങ്ങനെ അവിടെ കഴിഞ്ഞു.